ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഈസി ആയിട്ടുള്ളൊരു എഗ്ഗ് കട്ട്ലറ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് വളരെ സിമ്പിളായിട്ട് ടേസ്റ്റി ആയിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ അത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള ഒന്നാണ് എടുത്തിട്ടുള്ളത്. ഇനി വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇത് മൂന്നും കൂടി പേസ്റ്റ് ആക്കിയത് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഓരോന്ന് പേസ്റ്റ് ആക്കിയതാണെങ്കിൽ 1/4 ടീസ്പൂൺ വീതം ചേർക്കാം. ഇനി കുറച്ച് മല്ലിയിലയോ കറിവേപ്പിലയോ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ മല്ലിയിലയാണ് ചേർത്തിട്ടുള്ളത്. ഈ സവാള വഴന്ന് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഈ സവാള പച്ചക്ക് കടിക്കുമ്പോഴാണ് നമ്മുടെ കട്ട്ലറ്റിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാകുന്നത്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പ് സവാളയിലേക്ക് വളരെ കുറച്ച് മതി. നമ്മൾ നേരത്തെ കിഴങ്ങ് വേവിച്ചെടുത്തപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. മീഡിയം സൈസിലുള്ള 3 ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പുഴുങ്ങിയ മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 മുട്ട എടുത്തിട്ടുണ്ട്, നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ മസാലയൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം ഓരോരോ ഉരുളകൾ എടുത്തിട്ട് നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കാം. ഇതിൻ്റെ എല്ലാ സൈഡും ഒരേ കനത്തിൽ ആക്കിയെടുക്കാം. ഞാനിതാ മുഴുവൻ ഇതേപോലെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ കുറച്ച് മൈദാമാവ് കട്ടിയില്ലാതെ കലക്കിയെടുത്തിട്ടുണ്ട്. 3 പീസ് ബ്രെഡ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം മൈദാമാവിലൊന്ന് ഡിപ്പ് ചെയ്ത ശേഷം ബ്രെഡ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ എല്ലാ സൈഡും നന്നായിട്ട് ഇതുപോലെ കോട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓയിൽ ചൂടായതിന് ശേഷം ഇതിലേക്ക് ഓരോന്നോരോന്നായിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ വിട്ട് വേണം നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട്. അടുപ്പിച്ചിട്ട് കൊടുക്കുമ്പോൾ ഇത് തിരിച്ചിടുന്ന സമയത്ത് പൊട്ടി പോവാൻ ചാൻസ് ഉണ്ട്. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒരു ഭാഗമായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിപ്പോൾ 2 ഭാഗവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നല്ല ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. നമ്മുടെ കട്ട്ലറ്റ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്യുക.